ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ തൂന്നിയാസം ലിമിറ്റഡ്. അപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് എത്തിക്കുന്നതിൻ്റെ കൊച്ചു കുസൃതിയായിട്ടുള്ള എന്താണെന്നല്ലേ ചിന്തിക്കുന്നത് പോർക്ക് എന്താലയാണ്. അപ്പോൾ നമുക്ക് പോർക്ക് എന്താലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ജീരകം വേണം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് 2-3 ഏലക്കായ വേണം, പിന്നെ കുറച്ച് കറുകപ്പട്ട, പിന്നെ കുറച്ച് കരിയാമ്പൂ, കുറച്ച് കൂടുതൽ കടുക്. അതായത് കടുകും ജീരകവുമാണ് കുറച്ച് അധികം വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പോർക്ക് വെന്താലി ഉണ്ടാക്കാന്ന് നോക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് വേറെ ഒന്നുമല്ല, കുറച്ച് വെളുത്തുള്ളി ആവശ്യമുണ്ട്, കുറച്ച് ഇഞ്ചി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ സബോള ആവശ്യമുണ്ട്. സബോള ഞാൻ എടുത്തേക്കുന്നത് 2 വലിയ സബോളയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 വേപ്പിലയുടെ ഇത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. ഇനി നമ്മൾ പൊടികൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 3-4 സ്പൂൺ മുളക് പൊടി എടുക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഉപ്പാണ്, കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മസ്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു പ്രധാന ഘടകമായിട്ടുള്ള സംഭവമാണ് ചൊറുക്ക. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന, എന്നാലാണ് ആ ഒരു വെന്താലിയുടെ ടേസ്റ്റ് വരുള്ളൂ, ആ ഒരു പുളി വരുള്ളൂ. ഇനി നമ്മൾ ഓയിലാണ്, ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഈ ഓയിലാണ് യൂസ് ചെയ്യാറ്. അപ്പം നമ്മുടെ ഇന്നത്തെ താരം എന്താണെന്ന് വെച്ചാൽ പോർക്കാണ് നമ്മുടെ അടുത്ത താരം. അപ്പം നമ്മളിത് ഞാൻ കഴുകി നല്ലോണം വൃത്തിയാക്കിയ പോർക്കാണ്. അപ്പം നല്ലോണം കഴുകുമ്പോൾ നിങ്ങൾ നോക്കണം, പരമാവധി 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതിലെ വെള്ളം പരമാവധി വറ്റിച്ച് കളയണം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. മസാലക്കൂട്ട് പൊടിച്ചെടുക്കുക. അപ്പം നമ്മളൊരു ജാർ എടുത്തിട്ട് മസാലക്കൂട്ട് ഇട്ടിട്ട്, എല്ലാ മസാലക്കൂട്ട് ഇട്ടിട്ട് അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇടുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായില്ല, വെളുത്തുള്ളി ഇട്ട് വെക്കുക. പൊടികളിലല്ല ആഡ് ചെയ്യേണ്ടത്, മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നല്ലോണം അടിച്ചെടുക്കണം, പേസ്റ്റ് പോലെ. നമുക്ക് അതിന് മുമ്പായിട്ട് അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചൊറുക്ക ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. അത് മറക്കരുത്, ചൊറുക്ക അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കേണ്ടതാണ്. അപ്പൊ ഇത് ഏകദേശം ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മസാലക്കൂട്ടും ആ വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും ഒക്കെ നല്ലോണം അടിച്ചെടുത്തപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ചൊറുക്ക ഒഴിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് അതിന്റെ ആ ഒരു പേസ്റ്റ് രൂപം കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം അടിക്കാണ്ട് ഒരു 2-3 പ്രാവശ്യം അടിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, എന്നാലാണ് ആ കറിക്ക് ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ പൊടികളുടെ കൂട്ടത്തിൽ ഇത് മിക്സപ്പ് ചെയ്യണം. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ഈ പൊടികൾ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് യോജിപ്പിക്കാം. ആദ്യം അത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. ഒരു ടീസ്പൂൺ വെച്ച് ചെയ്താൽ മതി, കൈ കൊണ്ട് ചെയ്ത് വല്ല എരിവൊക്കെ ഇതാക്കണ്ട. നമ്മളൊരു ടീസ്പൂൺ വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മസാലക്കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൈ കൊണ്ട് ചെയ്യേണ്ട, നമ്മൾ ടീസ്പൂൺ വെച്ച് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. നല്ലോണം അത് ആ ജാറിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം അവിടെ നിന്നും നല്ലോണം ഇട്ടിട്ട് നല്ലോണം ഇടാം. പക്ഷെ നമ്മൾ വിചാരിക്കും ഭയങ്കര എരിവാണ്, പക്ഷെ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം വെന്താലി എന്ന് പറയുമ്പോൾ നല്ലൊരു കളറാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി അല്ല, അപ്പം ഞാൻ സാധാ മുളക് പൊടിയാണ്. പക്ഷെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു കളറിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കളർ ഇതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കളർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം വലിയ എരിവൊന്നും ഇല്ല കേട്ടോ, എന്നാലും അത്യാവശ്യം എരിവുള്ളൂ ഈ മസാലക്കൂട്ട് കണ്ട്. അപ്പം ഇതൊന്ന് നല്ല ഒരു പേസ്റ്റ് ഇതാക്കാൻ, അതായത് മസാലക്കൂട്ടിൻ്റെ ആ മിക്സ് ഒന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ ആ ഒരു എല്ലായിടത്തും ഒന്ന് യോജിച്ച് നമുക്കൊരു ഒരു പരിവാവും. കാരണം വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ആവില്ല. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ മസാല ആയാലും പൊടികളായാലും നല്ലോണം മിക്സ് ചെയ്യും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇത് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ഈ വെന്താലി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓയിൽ യൂസ് ചെയ്താൽ മതി. ഓയിൽ അധികം ഇഷ്ടമില്ലാത്തൊരു ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓയിൽ ഒഴിച്ചതൊന്ന് നമുക്കൊന്ന് ചൂടാക്കാം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന് എൻ്റെ ഈ പ്രിപ്പറേഷനിലേക്ക് എത്താൻ എന്തായിരിക്കും കാരണം? അപ്പോൾ പോർക്ക് കറി ഉണ്ടാക്കാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാമെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടിയ സംഭവമാണ് പോർക്ക് വെന്താലി. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഭയങ്കര ടഫാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പമായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പം ഞാൻ നല്ലോണം ആ സബോള വാടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നമുക്കിനി വേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ വേപ്പില ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. വേപ്പിലയും കൂടി ഒന്ന് വാടി അതിൻ്റെ സ്മെല്ല്, വേപ്പിലയുടെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വേപ്പില ഞാൻ ഇടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വേപ്പില നിങ്ങൾ ഇട്ടോളൂ, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിക്കാം, ആ വേപ്പിലയും കൂടി ഒന്ന് വാടട്ടെ.
അപ്പം നമ്മൾ ആ വേപ്പില നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചെയ്ത ആ മസാലയും ആ പൊടികളുടെ ആ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ ഒരു റെഡിഷ്, ആ ഒരു വെന്താലി എന്ന് പറയുമ്പോൾ ആ ഒരു കളറിനാണ് സംഭവം. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്, പക്ഷെ എന്നാലും കളറുണ്ട്, പക്ഷെ ആ ഒരു വേറൊരു ലെവൽ കളറായിരിക്കും ആ കാശ്മീരി ചില്ലി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. പക്ഷെ ടേസ്റ്റ് ഒക്കെ സൂപ്പറായിരുന്നു. ടേസ്റ്റ് ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒക്കെ സൂപ്പറായിരുന്നു. അപ്പം ഞാനിത് നിങ്ങൾക്ക് അത് സൂപ്പർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിത് എത്തിക്കുന്നത്. അപ്പം നിങ്ങളിത് ചിലവർക്ക് ഇത് അറിയുന്നവരുണ്ടാവും, ബംഗാളിൽ നിന്ന് കേട്ടിട്ടുള്ളവരുണ്ടാവും, കഴിച്ചിട്ടുള്ളവരുണ്ടാവും, പക്ഷെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പം നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ വലിയ പാടൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബിന്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ മസാലക്കൂട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ, അപ്പൊ ഇപ്പൊ ആ മസാലക്കൂട്ടൊക്കെ നല്ലോണം ഒന്ന് ഇതായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി നമ്മുടെ പോർക്ക്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരം അല്ലെ, അപ്പൊ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ല മിക്സ് ആക്കുക. മീൻസ് ആ മസാലയൊക്കെ ആ പോർക്കിൽ നല്ലോണം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ നല്ലോണം ഇളക്കി ആ പോർക്കിലേക്ക് അതൊക്കെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വെള്ളത്തിൽ ഇതാക്കിയിട്ടാണ് അതാണ് വെള്ളമായിട്ട് ഒഴിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങളുടെ വീട്ടിൽ പൊടിയുപ്പാണെന്നുണ്ടെങ്കിൽ ആ പൊടിയുപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഊഹം ഉണ്ടാവുമല്ലോ, അത്രയും ചേർത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളിത് ഇനി ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിത് ചാറായിട്ട് നമുക്കിത് മൂടി വെക്കണമല്ലോ, എന്നാലല്ലേ പോർക്ക് വേവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അര കപ്പ്, നമുക്കൊരു ആവശ്യത്തിന് ഒരു ഊഹം ഉണ്ടാവുമല്ലോ, മീൻസ് അത് അടി പിടിക്കാൻ പാടില്ല. അപ്പൊ അതിനൊരു അനുസരിച്ച് ഒരു കപ്പ് അല്ലെങ്കിൽ അര കപ്പ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇതൊരു പാത്രം വെച്ചിട്ട് ഇത് മൂടി വെക്കുക. സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് മൂടി വെക്കാൻ. ഓക്കെ, അപ്പൊ വേവാൻ വേണ്ടി. അപ്പൊ ഞാനിതൊന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു. അപ്പൊ ഇത് ഒരുവിധം നല്ലോണം വെന്തിട്ടുണ്ട്, നല്ലോണം തിളയ്ക്കുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആ മസാല, നമ്മൾ ആഡ് ചെയ്ത മസാലയുടെ ഒക്കെ നല്ല സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്കും കിട്ടും. അപ്പൊ ഇത് നമ്മൾ എല്ലാം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും മൂടി വെക്കുകയാണ്. കാരണം നമുക്ക് കുറച്ചും കൂടി അത് ആ വെള്ളം ഒന്ന് വെറ്റാനുണ്ട് അല്ലേ, മീൻസ് ഭയങ്കര വെള്ളത്തിൽ അങ്ങനെ, മീൻസ് ചാറധികം വേണ്ട വെന്താലിക്ക്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമ്മളിതൊന്ന് വീണ്ടും മൂടി വെക്കാം. വിധം ചാറ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് മീൻസ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സപ്പ് ചെയ്യുക. നല്ലോണം ഇളക്കി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു സ്മെല്ലും എന്തായാലും ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം പുളി, കാരണം മെയിനായിട്ട് ഇതിൽ ചൊറുക്കയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം. അപ്പൊ അത് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന്. അപ്പൊ ഗായ്സ്, നമ്മുടെ പോർക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഒരു റെഡിഷ് കളറായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ പക്ഷേ ടേസ്റ്റൊക്കെ കിടക്കാച്ചയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, കാരണം ഞാൻ ഉണ്ടാക്കി നോക്കി നല്ല ഒരു റിസൾട്ട് കിട്ടിയ സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു കിടക്കാച്ചി അല്ലെങ്കിൽ കിട്ടില്ല വീഡിയോ ആയിരിക്കും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ തോന്നിയാസം അൺലിമിറ്റഡ്.